വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. മാത്തമാറ്റിക് അനാലിസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ നമ്മളൊരു സീരീസ്, അതിൻ്റെ കൺവേർജൻസ് എന്നിവയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തു. സോ ഇവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഇഫ് യു കൺസിഡർ എ സീരീസ് summation xn, associated with that you can define a sequence of partial sums Sn, and if this series converges, then corresponding series is also converges. If this series sequence diverges, then the corresponding series also diverges. But the problem is that Sn എന്ന sequence of partial sums എടുക്കുമ്പോൾ x1 plus x2 plus etc. xn എന്ന് പറയുന്ന n ടേംസ് ഉണ്ട്. ഈ n ടേംസിൽ നിന്നാണ് സമ്മാണ്, n ടേംസിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ബട്ട് നമ്മൾ സീരീസ് എഴുതുമ്പോൾ വി ആർ ഓൺലി റെപ്രസെൻറ്റിങ് ദ nth ടേം ഓഫ് ദ സീരീസ്. സോ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്നത് n ഡിഫറെൻറ്റ് ടേംസിനെ സം ആയതുകൊണ്ട് തന്നെ ദ എക്സ്പ്രഷൻസ് ബിക്കംസ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ്. ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് സോൾവ് ചെയ്യാനും കൃത്യമായിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമല്ല. സോ പക്ഷേ നമുക്കിവിടെ സമേഷൻ എക്സൻ എന്ന് പറഞ്ഞ സീരീസിൻ്റെ nth ടേം, nth ഫാക്ടർ തന്നിട്ടുണ്ട്. സോ ഈ nth ഫാക്ടർ ടേംസിൽ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ, which becomes a much more easier task than to sum of these n terms and finding the convergence using this. ഒരു ക്ലാസിക് എക്സാമ്പിൾ, Sn is equal to നമ്മൾ സീരീസ് 1/n² എന്നൊരു സീരീസ് എടുത്തു. സോ ഇവിടെ Xn is actually 1/n². സോ Sn is actually 1 plus 1/2² plus etc. 1/n². സോ ഇവിടെ Snൻ്റെ അകത്ത് n ടേംസ് ഉണ്ട്, n ടേംസിൻ്റെ സമ്മാണ്. സോ ഈ സമേഷൻ ബിക്കംസ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദിസ് Xn. സോ ഈ Xn എന്നുള്ള 1/n² എന്ന് പറയുന്ന ഈ സിംഗിൾ ടേംസിൽ നമ്മളൊരു സീരീസിൻ്റെ കൺവേർജൻസോ ഡൈവേർജൻസോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൺവേർജൻസും ഡൈവേർജൻസും അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ n ഡിഫറെൻറ്റ് ടേംസിൻ്റെ സമ്മായിട്ടുള്ള ഒരു സീക്വൻസ് എടുത്തിട്ടാണ് കൺവേർജൻസും ഡൈവേർജൻസും സ്റ്റഡി ചെയ്യുന്നത്. സോ ദിസ് എക്സ്പ്രഷൻ ഇറ്റ് സെൽഫ് ഇസ് എ റിയലി കോംപ്ലിക്കേറ്റഡ് വൺ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ ഡീൽ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പമാണ് ഒരു സിംഗിൾ ടേമായിട്ടുള്ള 1/n² അല്ലെങ്കിൽ ഈ എക്സെന്നുകളെ മാത്രം ഡീൽ ചെയ്തുകൊണ്ട് കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അവിടെയാണ് കൺവേർജൻസ് ടെസ്റ്റുകളുടെ റെലവൻസ്. ഓക്കെ, കൺവേർജൻസ് ടെസ്റ്റ്. കൺവേർജൻസ് ടെസ്റ്റുകൾ പ്രധാനമായിട്ടും ഡീൽസ് വിത്ത് 2 things. ഒരു സീരീസ് കൺവേർജൻ്റ് ആകാനുള്ള കണ്ടീഷൻസ് തരും. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സീരീസുകൾ കൺവേർജൻ്റ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസിനെയാണ് നമ്മൾ കൺവേർജൻസ് ടെസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. പല ടെസ്റ്റുകളുണ്ട്, പല ടൈപ്പ് ഓഫ് സീരീസിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പല ടെസ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള ചില ടെസ്റ്റുകളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ടെസ്റ്റ് ഈസ് ആക്ച്വലി കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, കമ്പാരിസൺ ടെസ്റ്റ്. കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സീരീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ് us state this. Let x is equal to sequence xn and y is equal to sequence yn be real sequences and suppose that for some k belongs to n, we have 0
less than or equal to xn less than or equal to yn for all n greater than or equal to k. Then the convergence of summation yn implies the convergence of summation xn. And second condition, the divergence of summation xn implies the divergence of summation yn. So comparison test deals with two series. രണ്ട് സീരീസിനെ കമ്പയർ ചെയ്ത് വെച്ച് അത് വെച്ച് നമ്മൾ കൺവേർജൻസും ഡൈവേർജൻസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടെസ്റ്റാണ് കമ്പാരിസൺ ടെസ്റ്റ്. സോ വി ആർ ഗിവൺ വിത്ത് ടു സീക്വൻസസ് ആൻഡ് ദ കറസ്പോണ്ടിങ് സീരീസസ് ആർ സമ്മേഷൻ എക്സ് എൻ, സമ്മേഷൻ വൈ എൻ ആൻഡ് സമ്മേഷൻ എക്സ് എൻ. ഒരു സ്പെഷ്യൽ കണ്ടീഷൻ തന്നിരിക്കുന്നു, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എന്ന് വെച്ചാൽ ഒരു സ്റ്റേജിന് ശേഷം സീക്വൻസിൻ്റെ എല്ലാ ടേംസും വൈ എന്നിനെക്കാട്ടിലും ചെറുതാണ്. എക്സ് എൻ എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ എല്ലാ ടേംസും കറസ്പോണ്ടിങ് വൈ എന്നിനെക്കാട്ടിലും ചെറുതാണ്. ഇത് ചിലപ്പോൾ സീക്വൻസിൻ്റെ തന്നെ എല്ലാ ടേംസും ചിലപ്പം വൈ എന്നിനെക്കാട്ടിലും ചെറുതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് ഡൈവേർജ് ചെയ്താൽ, അതായത് ചെറുത് ഡൈവേർജ് ചെയ്താൽ, ഡൈവേർജ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ സമ്മ് ഇൻഫിനിറ്റി ആകുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ വലിയ സമ്മ് ഓട്ടോമാറ്റിക്കലി ഇൻഫിനിറ്റി ആകും. ഓക്കെ, ഇനിയും വലിയ സമ്മ്, ഇതാണ് വലിയ വാല്യൂ, എക്സ് എന്നെക്കാട്ടിലും വലിയ വാല്യൂസ് വൈ എന്നാണ്. അപ്പോൾ ഈ വലിയ സമ്മ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, ഈ വലുത് സമ്മ് ചെയ്യുമ്പോൾ, വലിയ സീരീസ് സമ്മ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ കിട്ടുമെങ്കിൽ അതിനെക്കാട്ടിലും ചെറുത് സമ്മ് ചെയ്യുമ്പോഴും നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ കിട്ടും. ഓക്കെ, സോ കമ്പാരിസൺ മീൻസ് if a bigger series converges, then all the smaller series also converges. Also assume that this is only valid for positive term series. ഒരു സീരീസിൻ്റെ ടേംസ് എല്ലാം പോസിറ്റീവ് ആകുന്ന കേസിലാണ് നമ്മളിത് വാലിഡിറ്റി പറയുന്നത്. അപ്പോൾ ഒരു വലിയ സീരീസ് കൺവേർജ് ചെയ്താൽ അതിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള എല്ലാ സീരീസുകളും കൺവേർജ് ചെയ്യും. ഓക്കെ, ഇനിയും ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്താൽ അതിനെക്കാട്ടിലും ബിഗ്ഗറായിട്ടുള്ള എല്ലാ സീരീസും ഡൈവേർജ് ചെയ്യും. സോ ദാറ്റ്സ് ദ ഐഡിയ. ദാറ്റ്സ് ദ ഹോൾ ഐഡിയ ബിഹൈൻഡ് ദിസ് കൺവേർജൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് കമ്പാരിസൺ എന്ന് പറഞ്ഞതാണ്. ബിഗ്ഗർ സീരീസിൻ്റെ കൺവേർജൻസ് വെച്ച് നമ്മൾ സ്മോളർ സീരീസിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ സ്മോളർ സീരീസിൻ്റെ ഡൈവേർജൻസ് വെച്ച് നമ്മൾ ബിഗ്ഗർ സീരീസിൻ്റെ ഡൈവേർജൻസും എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ ദിസ് ഈസ് ദ ബേസിക് റിസൾട്ട് റിഗാർഡിംഗ് കൺവേർജൻസ്. സോ നമുക്കിത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഇത് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഹൗ വിൽ വി പ്രൂവ് ദാറ്റ്? നമുക്ക് തന്നിട്ടുണ്ട് ഒരു സ്റ്റേജിന് ശേഷം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഈ സ്റ്റേജിന് ശേഷം ഇതാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അസ്യൂം ദാറ്റ്, നമ്മൾ ആദ്യത്തെ പാർട്ട് അസ്യൂം ദാറ്റ് നമുക്ക് തന്നിട്ടുണ്ട് സമ്മേഷൻ വൈ എൻ കൺവേർജസ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സമ്മേഷൻ എക്സ് എൻ ഓൾസോ കൺവേർജസ്. സോ ലെറ്റ് ടി എൻ ബി the sequence of partial sums of summation yn. ഇനിയും ഈ സീരീസ് കൺവേർജ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി എൻ ഈസ് ആക്ച്വലി കോഷി. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ വിച്ച് മീൻസ് എന്താണ്? മോഡുലസ് ഓഫ് ടി എൻ മൈനസ് ടി എം, മോഡുലസ് ഓഫ് ടി എം മൈനസ് ടി എൻ ഈസ് ആക്ച്വലി ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ സം എൻ. ഓക്കെ,
So which is actually the sequence of partial sums ആണ്. So Tn is actually y1 plus y2 plus etc. yn. So Tm is actually y1 plus y2 plus etc. yn plus 1 etc. yn. So Tn minus Tm എടുക്കുമ്പോൾ yn വരെയുള്ള ടേംസ് ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി yn plus 1 plus yn plus 2 plus etc. ym should be less than epsilon for all m, n greater than or equal to capital. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഒരു സ്റ്റേജിന് ശേഷം ഈ കെ എൻ എന്നുള്ളത് കെയെക്കാട്ടിലും വലുതാണെന്നോട് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ടേംസ് എല്ലാം പോസിറ്റീവാണ്, കാരണം എക്സ് എൻ ആൻഡ് വൈ എൻ ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ അതിൻ്റെ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സമ്മ് പോസിറ്റീവ് നമ്പേഴ്സാണ്. സോ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ ആ വാല്യൂ തന്നെ കിട്ടും. സോ ദിസ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് വൈ എൻ പ്ലസ് 1 പ്ലസ് വൈ എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര വൈ എം ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ for all m, n greater than or equal to capital. So this is the mean. Summation yn converge ചെയ്യുന്നതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം. ഓക്കെ, നൗ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് എൻ ഈസ് ആക്ച്വലി ലെസ് ദാൻ yn for all less than or equal to yn for all n greater than or equal to k. ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്ന ഈ ക്യാപിറ്റൽ എൻ ഈസ് ചൂസൺ ടു ബി ഗ്രേറ്റർ ദാൻ കെ. ഓക്കെ, സോ ക്യാപിറ്റൽ കെയെക്കാട്ടിലും വലുതാണ് എന്ന്. സോ ആ എന്നിനെക്കാട്ടിലും വലുതാണ് ഇവിടുത്തെ എമ്മും എന്നും. ഈ കെയെക്കാട്ടിലും വലുതായിട്ടുള്ള ഏത് ഇൻഡെക്സ് എടുത്തെന്ന് പറഞ്ഞാലും കറസ്പോണ്ടിങ് ടേംസ് എക്സ് എന്നും വൈനും തമ്മിൽ ഈ റിലേഷൻ ഉണ്ട്. സോ ഇവിടെ എൻ പ്ലസ് 1ഉം എൻ പ്ലസ് 2 ഒക്കെ എടുത്താൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്സ് എൻ പ്ലസ് 1 ഈസ് ആക്ച്വലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ പ്ലസ് 1. And similarly, xn plus 2 is actually less than or equal to yn plus 2, etc. xm is actually less than or equal to ym. അപ്പോൾ ഇതെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇതിനെല്ലാം സം ചെയ്യുമ്പോൾ കിട്ടുന്നത് xn plus 1 plus xn plus 2 plus etc. xm is actually less than or equal to yn plus 1 plus yn plus 2 plus etc. ym, which is less than epsilon for all m, n greater than or equal to capital. Okay, now ഇതിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ we can write this as, this implies ഈ ഫസ്റ്റ് പാർട്ടും തേർഡ് പാർട്ടും മാത്രം എടുക്കുമ്പോൾ xn plus 1 plus xn plus 2 plus etc. xm is less than epsilon for all m, n greater than or equal to capital. ഇനി ഞാൻ കൺസിഡർ ചെയ്യാണ് എസ് എൻ ബി ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് ദ സീരീസ് സമ്മേഷൻ എക്സ് എൻ എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സം എന്ന് പറയുന്നത് എക്സ് എൻ എല്ലാം പോസിറ്റീവാണ് ഒരു സ്റ്റേജിന് ശേഷം. ആ സ്റ്റേജിന് ശേഷമുള്ള വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഈ സം എന്ന് പറയുന്നത് ആക്ച്വലി എസ് എം മൈനസ് എസ് എൻ ആണ്. ഓക്കെ, സോ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് എടുത്താലും വ്യത്യാസമില്ല. സോ ദിസ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എസ് എം മൈനസ് എസ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ, വിച്ച് മീൻസ് എന്താണ്? എസ് എൻ ഈസ് കോഷി. എസ് എൻ കോഷി ആണെങ്കിൽ എസ് എൻ ഈസ് എന്താണ്? കൺവേർജ്. എസ് എൻ എന്ന് വെച്ചാൽ സമ്മേഷൻ എക്സിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ്. സമ്മേഷൻ എക്സിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സീരീസ് ഈസ് ഓൾസോ കൺവേർജ്. സോ സമ്മേഷൻ എക്സ് എൻ ഈസ് ഓൾസോ കൺവേർജ്. സോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു സമ്മേഷൻ വൈ എൻ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ എക്സ് എന്നും കൺവേർജ് ചെയ്യുന്നു. നമുക്ക് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ഇവിടെ ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഒന്നും എടുക്കാതെ നമുക്ക് പറയാം, ഡയറക്റ്റായിട്ട് പറയാം. വി ഹാവ് ദ റിസൾട്ട് ദാറ്റ് ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ വൈ എൻ പ്ലസ് 1 മോഡുലസ് ഓഫ് വൈ എൻ പ്ലസ് 1 പ്ലസ് വൈ എൻ പ്ലസ് 2 എക്സെട്ര വൈ എം ഈസ് ലെസ് ദാൻ എപ്സിലോൺ. സോ ദിസ് പാർട്ട് ഈസ് ലെസ് ദാൻ എപ്സിലോൺ, പോസിറ്റീവ് ആയതുകൊണ്ട്. ഇനി ഇത് മാത്രം എടുക്കുക. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ പ്ലസ് 1 പ്ലസ് വൈ എൻ പ്ലസ് 2 എക്സെട്ര വൈ എം.
which implies xn plus 1 plus xn plus 2 plus etc. xn is less than epsilon for all m comma n greater than or equal to capital N, which from the theorem which we have established that if a series converges, this value should be less than epsilon for all m comma n greater than or equal to capital N. So by that result, we can clearly say that this series is also convergent. So പറഞ്ഞത് സമേഷൻ വൈ എൻ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ സമേഷൻ എക്സ് എന്നും കൺവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളോട് ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. ഇതിന് ഞാൻ പറഞ്ഞു രണ്ടാമത് വേറൊരു രീതിയിലും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് ദ റിസൾട്ട്, ഓക്കെ, വിച്ച് വി ഹാവ് യൂസ്ഡ് ഹിയർ? അത് നിങ്ങളോടുള്ള ക്വസ്റ്റ്യനാണ്. ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. So the question is, state the theorem which we used to directly prove this test without actually using partial sums. ഇത് നമുക്ക് ഡയറക്റ്റ്ലി ഈ തിയറം പ്രൂവ് ചെയ്യാൻ പറ്റും, ഈ ടെസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റും പാർഷ്യൽ സംസ് യൂസ് ചെയ്യാതെ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത തിയറം ഏതാണ്, ആ കറസ്പോണ്ടിങ് പ്രൂഫ് കൂടെ എഴുതുക. എങ്ങനെയാണ് അത് വെച്ച് പ്രൂവ് ചെയ്യുന്നതെന്ന് കൂടെ നോട്ട് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സസൈസ് ഫോർ യു. Now we have to prove the next argument, which is actually summation xn diverges implies summation yn also diverges. ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്യുന്നെങ്കിൽ വലിയ സീരീസും ഡൈവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ പ്രൂവ് ചെയ്ത ആർഗ്യുമെൻറ്റ്, ഓക്കെ, summation yn converges implies summation converges എന്നാണ്. ഓക്കെ, ദിസ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് എ, implies സ്റ്റേറ്റ്മെൻറ്റ് ബി എന്നാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, സോ എ implies ബി ഈസ് equivalent to saying that to negation B implies negation A. ഓക്കെ, അതായത് നെഗേഷൻ ബി എന്ന് വെച്ചാൽ എന്താണ്? സമ്മേഷൻ എക്സ് എൻ ഈസ് നോട്ട് കൺവേർജൻറ്റ് implies negation A is actually summation yn is not convergent. നോട്ട് കൺവേർജൻറ്റ് എന്ന് വെച്ചാൽ ഡൈവേർജ് എന്നാണ് മീനിങ്. അതായത് സമ്മേഷൻ എക്സ് എൻ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ വൈ എൻ ഡൈവേർജ് ചെയ്യും. ഓക്കെ, സോ യൂസിങ് ദിസ് ആർഗ്യുമെൻറ്റ് എ ഇംപ്ലൈസ് ബി ഈസ് ഈക്വലൻറ്റ് ടു നെഗേഷൻ ബി ഇംപ്ലൈസ് നെഗേഷൻ എ എന്നുള്ള ആർഗ്യുമെൻറ്റ് വെച്ച് വി ക്യാൻ ആക്ച്വലി പ്രൂവ് ദ സെക്കൻഡ് പാർട്ട് ആസ് വെൽ. സോ സെക്കൻഡ് പാർട്ടിൻ്റെ പ്രൂഫ് പ്രത്യേകിച്ച് ആവശ്യമില്ല, ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്ത് ഈ ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്താൽ മതി. സോ ദേഴ്സ് അനദർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ആർഗ്യുമെൻറ്റ്? നിങ്ങൾ ലോജിക്കിൻ്റെ അകത്ത് പഠിച്ചതാണ്. ഓക്കെ, ഈ ആർഗ്യുമെൻറ്റ് എന്താണ്? ഈ ആർഗ്യുമെൻറ്റിൻ്റെ പേരെന്താണ്? അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ പ്രപ്പോസിഷനോ ലോജിക്കിൻ്റെ അകത്ത് യൂസ് ചെയ്താണ് ഈ ആർഗ്യുമെൻറ്റിൻ്റെ പേരെന്താണ്? ഓക്കെ, സോ ദീസ് ആർ 2 അസൈൻമെൻറ്റ്സ്. ഇത് നിങ്ങൾ ഈ പ്രൂഫ് എഴുതുമ്പോൾ അതുകൂടെ എഴുതി വേണം കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, സോ താങ്ക് യു.